മലയാള മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ പ്രവർത്തനത്തിൻ്റെ നിലവാരം അളക്കാൻ ഈ ഒരൊറ്റ ചോദ്യം മതിയാവും. ഈ വെട്ട് നിങ്ങൾ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു? അതിൻ്റെ മറുപടി ഈ മൈക്കിലൂടെ പറഞ്ഞാൽ പാർട്ടി മെമ്പർഷിപ്പ് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകർക്ക് മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് വടക്കോട്ട് നോക്കി ഓച്ചാനിക്കാനും കേരളത്തിലെ ഗവൺമെന്റിനെ ആക്രമിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ്. അത് മനസ്സിലാക്കിക്കൊള്ളണം എന്നാണ്. അത് മനസ്സിലാക്കി അദ്ദേഹം വരച്ച വരയിൽ നിന്നും 1/2 സെന്റിമീറ്റർ മാറാതെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അവിടെ മിണ്ടിയാൽ അത് അവസാനത്തെ മിണ്ടലാകും എന്ന് മനോരമയ്ക്ക് നന്നായി അറിയാമായിരുന്നു. എവിടെയാണ് നിശബ്ദത പാലിക്കേണ്ടതെന്ന്, എവിടെയാണ് ശിരസ് കുനിച്ച് നിൽക്കേണ്ടതെന്ന്, എവിടെയാണ് ശബ്ദിക്കാനാവുന്നത് എന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള ബുദ്ധിയും ജ്ഞാനവുമെല്ലാം ഉള്ളവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. ഞങ്ങൾ മിണ്ടും. എവിടെ മിണ്ടും? കേരളത്തിൽ മിണ്ടും. കേരളത്തിലെ ഗവൺമെന്റിനെ നിരന്തരം ആക്രമിക്കും. അങ്ങനെ ആക്രമിച്ചാലും വലുതായൊന്നും സംഭവിക്കാനില്ല. ഏറി വന്ന ഇതേപോലെ സെമിനാറിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചില വിമർശനങ്ങൾ ഉന്നയിക്കും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇവരിൽ നിന്ന് നമുക്കിനി എന്താണ് പ്രതീക്ഷിക്കാനാവുക? വളരെ കൗതുകകരമായി തോന്നിയ ഒരു കാര്യം, മലയാള മനോരമ ദിനപത്രത്തിൽ കുറച്ചു നാൾ മുൻപ് ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടു. മനോരമ ന്യൂസ് ചാനലിൻ്റെ പരസ്യമാണ്. മനോരമ ന്യൂസ് ചാനൽ മനോരമ പത്രത്തിൽ കൊടുത്തൊരു പരസ്യമാണ്. പരസ്യവാചകം ഇതാണ്: സത്യം പറയാൻ ബഹളം കൂട്ടുന്നത് എന്തിന്? ചോദ്യചിഹ്നം. ഇതാണ് ചോദ്യം. സത്യം പറയാൻ ബഹളം കൂട്ടുന്നത് എന്തിന്? ഇതാണ് ചോദ്യം. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പക്ഷെ പ്രശ്നം, വാർത്താവതരണത്തിൻ്റെ പേരിലും വാർത്താനുബന്ധ പരിപാടികളുടെ ഭാഗമായും ഒക്കെ നല്ലതുപോലെ ബഹളം കൂട്ടുകയും അലറി വിളിക്കുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്ത് മോശം മാതൃകകൾ സൃഷ്ടിക്കുന്നതിൽ മുന്നിൽ നിന്ന ചാനലാണ് മനോരമ ന്യൂസ്. പിന്നെയോ കാലം പോകെ മറ്റു ചില ചാനലുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുകയും മനോരമയേക്കാൾ ബഹളം കൂട്ടുകയും അതിനേക്കാൾ വഷളായി വാർത്തകൾ അവതരിപ്പിക്കുകയും ആക്രോശിക്കുകയും കൂടുതൽ വലിയ ബഹളം ഉണ്ടായി. അപ്പോൾ റേറ്റിംഗിൽ മനോരമ പുറകിൽ പോയി. അപ്പോൾ മനോരമ ചോദിക്കുകയാണ്, സത്യം പറയാൻ ബഹളം കൂട്ടുന്നത് എന്തിന്? പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിൽ നല്ലൊരു പങ്കും ദരിദ്രനെ അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ദരിദ്രനുണ്ടെങ്കിൽ ഇതാ ഈ പ്രഖ്യാപനം പൊളിഞ്ഞു, ഇവിടെ ഒരാളുണ്ട്. അതാണ് മാധ്യമങ്ങളുടെ താല്പര്യം. അതാണോ മാധ്യമങ്ങളുടെ ധർമ്മം? കേരളം പോലെ ഒരു നാട്, 4 കോടിയിൽ താഴെ മനുഷ്യർ ജീവിക്കുന്ന ഒരു ദരിദ്ര രാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനം അമേരിക്കൻ ഐക്യനാടുകളെ സുപ്രധാനമായ ഒരു സാമൂഹ്യ വളർച്ചാ സൂചികയിൽ പിന്തള്ളി പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് സകല മനുഷ്യരും മാധ്യമങ്ങളും ഒന്നു ചേർന്ന് അഭിമാന പുരസ്സരം ആഘോഷിക്കേണ്ട ഒന്നല്ലേ? പക്ഷെ മനോരമയിൽ വാർത്ത കാണണമെങ്കിൽ പത്രത്തിന്റെ കൂടെ ഒരു ഭൂതക്കണ്ണാടി കൂടി വാങ്ങണം, ഇങ്ങനെ നോക്കണം. അപ്പൊ ചെറുതായിട്ട് ആ വാർത്ത കാണാൻ പറ്റും. പർവ്വത സമാനമായ മഹാനേട്ടത്തെ മൂടി വെക്കുകയാണ്, മറച്ചു വെക്കുകയാണ്, ഒളിപ്പിച്ചു വെക്കുകയാണ്. കേരളത്തിന്റെ വിജയങ്ങൾ, കേരളത്തിന്റെ മുന്നേറ്റം, ഈ നാടിന്റെ വളർച്ച, അതൊക്കെ ഒതുക്കി മൂടി വെച്ച് ഒളിപ്പിച്ച് ആരെയോടും പറയാതിരിക്കണം എന്ന മാനസികാവസ്ഥ മാധ്യമങ്ങൾ പൊതുവിൽ സ്വീകരിക്കുകയാണ്. ഇവർ ഈ വാർത്ത തയ്യാറാക്കിയിട്ട് 200 കൊടുത്തു. ആ സമയത്ത് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നു. അപ്പോഴും ഇപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലായിട്ടില്ല. ആ പ്രസ്താവന കേരളത്തിലെ പ്രതിപക്ഷത്തെ ബാധിച്ചിട്ടുള്ള അസുഖത്തിന്റെ ആഴം ആ പ്രസ്താവനയിൽ മനസ്സിലാക്കാൻ പറ്റും. എന്തായിരുന്നു പ്രസ്താവന? ഏതാണ്ട് ഇങ്ങനെയാണ്: പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ നടപ്പാക്കുന്നത് ശുദ്ധ മര്യാദകേടാണ്. ഇതാണ് പ്രസ്താവന. ഞാൻ ഒന്നുകൂടി വായിച്ചു നോക്കി, ഇനി വായിച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ നടപ്പാക്കുന്നത് ശുദ്ധ മര്യാദകേട്, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ മറിച്ചല്ലേ പറയേണ്ടത്? പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാത്തത് ശുദ്ധ മര്യാദകേട് എന്നല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ 200 വർദ്ധിപ്പിക്കുമെന്ന വാർത്ത വരുമ്പോ ഇത് പോരാ, 400 വർദ്ധിപ്പിക്കണം എന്നല്ലേ പ്രതിപക്ഷം ആവശ്യപ്പെടേണ്ടത്? അല്ലെങ്കിൽ 1000 വർദ്ധിപ്പിക്കണം, ഒരിക്കലും നടക്കാത്തത് പറയാ, അങ്ങനെ അല്ലേ ആവശ്യപ്പെടേണ്ടത്? അല്ലെങ്കിൽ ഇത്ര വൈകി, അതിനെയല്ലേ വിമർശിക്കേണ്ടത്?
പക്ഷെ അദ്ദേഹം വിമർശിച്ചത് ഇത് നടപ്പാക്കാൻ പാടില്ല എന്നാണ്, ഇത് ശുദ്ധ മര്യാദകേടാണ് എന്നാണ്. അതിൽ കൂടുതൽ ഇതിനെ നമുക്ക് ഈ പ്രതിപക്ഷത്തിൻ്റെ വർത്തമാനകാല സ്ഥിതിയെ മനസ്സിലാക്കാൻ മറ്റുദാഹരണം തേടി പോകണ്ട. സ്വതന്ത്ര മാധ്യമങ്ങൾ ഒരു സങ്കല്പമായി മാറുകയും അല്ലെങ്കിൽ നേർത്ത് വരികയും കുത്തക മാധ്യമങ്ങൾ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തേക്കാണോ നമ്മുടെ നാട്, രാജ്യം പോകുന്നത് എന്നൊക്കെയുള്ള ആകുലതകളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുത്തകവൽക്കരണത്തിനെതിരെ, ലോകമാകെ നടക്കുന്ന മാധ്യമ വ്യവസായത്തിലെ കുത്തകവൽക്കരണത്തിനെതിരെ, മാധ്യമ പ്രവർത്തനം മാധ്യമ വ്യവസായമായും മാധ്യമ വ്യവസായം കുത്തക വ്യവസായവുമായും മാറിക്കഴിഞ്ഞൊരു കാലത്ത് ചില വാർത്തകൾ ഈ കാലഘട്ടത്തിലും സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കുമൊന്നും വഴങ്ങാതെ ധീരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന അപൂർവം ചില മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ചില വാർത്തകൾ പുറത്തു വന്നതും നമുക്ക് കാണാതിരിക്കാനാവില്ല. ഇപ്പോൾ കുറച്ചേറെ വർഷങ്ങൾക്ക് മുൻപാണ് ലെബനൻ്റെ മുകളിൽ ഇസ്രായേൽ അധിനിവേശം നടക്കുന്ന കാലത്ത് മർഡോക്കിൻ്റെ ഫോക്സ് TV-യിലെ 2 പ്രൊഡ്യൂസർമാർ ജോലി രാജിവെച്ച ഒരു വാർത്ത പുറത്തു വരുന്നു. സറീൻ സബാഗും ജുമാന കറർഷയും രണ്ടുപേരും ജോലി രാജിവെച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ നുണ പറഞ്ഞു മടുത്തു എന്നായിരുന്നു. കുറച്ചേറെ വർഷം പഴക്കമുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് ലോകമെമ്പാടും സാമ്രാജ്യത്വത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നവരെ ഒട്ടൊന്നുമല്ല പ്രതീക്ഷയുള്ളവരാക്കി മാറ്റിയത്. മികച്ച തൊഴിൽ ഉപേക്ഷിക്കാൻ തയ്യാറായവർ പറയുന്നു, കൺമുന്നിൽ കാണുന്ന സത്യം നിത്യവും ഞങ്ങൾക്ക് മറച്ചു പിടിക്കേണ്ടി വരുന്നു. ഞങ്ങൾ നുണ വാർത്ത എന്ന നിലയിൽ വിതരണം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു. ഇനി ഇങ്ങനെ നുണ പറയാൻ ഞങ്ങൾക്ക് വയ്യ എന്ന നിലപാടാണ് ഈ 2 മാധ്യമ പ്രവർത്തകരും അന്ന് സ്വീകരിച്ചത്. കുറച്ചേറെ കാലമായി ഇപ്പോൾ ഗാസയിൽ ഇസ്രായേലിൻ്റെ കൂട്ടക്കൊല, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും ഗാസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾ ഉണർത്തുന്ന ചില പ്രതിരോധ സദസ്സുകൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. ഈ സമയത്താണ് ന്യൂയോർക്ക് ടൈംസ് മാഗസിനിൽ നിന്നും 2 മാധ്യമ പ്രവർത്തകർ 2 സന്ദർഭങ്ങളിലായി, ആനി ബോയാറും ജാസ്മിൻ ഹ്യൂംസും, അവർ മാഗസിൻ്റെ പടി ഇറങ്ങുകയുണ്ടായി. ഈ 2 പേരും ന്യൂയോർക്ക് ടൈംസ് മാഗസിൻ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഇസ്രായേൽ പക്ഷപാത നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പലസ്തീനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് മനസാക്ഷിയുള്ള ഏതൊരാളുടെയും ദൗത്യമാണ്, കടമയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ നിലപാട് അവർ സ്വീകരിച്ചത്. അതിനുശേഷമാണ് റോയിട്ടേഴ്സിലെ ഫോട്ടോ ജേർണലിസ്റ്റായിരുന്ന വാലേറി സിംഗ് സമാനമായ വിമർശനം ഉയർത്തിക്കൊണ്ട് റോയിട്ടേഴ്സിൻ്റെ പടിയിറങ്ങിയ വാർത്തയും നമ്മൾ കേട്ടത്. കുറച്ചുനാൾ മുൻപ് നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയ ഒരു സമരമായിരുന്നു കായിക താരങ്ങൾ, ഗുസ്തി താരങ്ങൾ നടത്തിയ സമരം. BJP നേതാവ് കൂടിയായ MP-ക്കെതിരായിട്ടാണ് അവരുടെ സമരം നടന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. പറയാൻ ആഗ്രഹിച്ചത്, ജന്തർ മന്ദറിൽ ആ സമരം നടക്കുന്ന സമയത്താണ് പഞ്ചാബി ചാനലായ PTC ആ സമരം റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. സംഘപരിവാർ സമ്മർദ്ദത്തിൻ്റെ മുൻപിൽ അത്തരമൊരു നിലപാട് ചാനൽ സ്വീകരിച്ചപ്പോൾ ദില്ലി റിപ്പോർട്ടറായ പർവീൺ അഹ്ലാവത്ത് ഈ കാര്യം ലോകത്തോട് തുറന്നു പറഞ്ഞുകൊണ്ട് ജോലി രാജിവെക്കുകയുണ്ടായി. ചില ആളുകളുടെ രാജിയൊക്കെ ഇങ്ങനെ ഓരോന്നായി എടുത്തു പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, പ്രതീക്ഷാനിർഭരമായ വാർത്തകളൊന്നും ഇല്ലാതാവുന്ന ഒരു കാലത്ത്, കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ സാമ്രാജ്യത്വ പ്രചാരകരായി മാധ്യമങ്ങളാകെ മാറുന്ന ഒരു കാലത്ത്, ഒറ്റപ്പെട്ടതും ദുർബലമെങ്കിലും വ്യത്യസ്തമായ പ്രതിഷേധത്തിൻ്റെ ചില സ്വരങ്ങൾ ഉയരുമ്പോൾ തീർച്ചയായും നമ്മളത് ശ്രദ്ധിക്കുകയും ആ കാര്യം ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മലയാള മാധ്യമ പ്രവർത്തന രംഗത്ത് ഇത്തരത്തിൽ പ്രതീക്ഷാനിർഭരമായ എന്തെങ്കിലും ചലനങ്ങൾ നടക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല.
എൻ്റെ ശ്രദ്ധയിൽ മാത്രം വരാത്തതാണെങ്കിൽ അത് എൻ്റെ മാത്രം ഒരു തകരാറായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ മലയാള മാധ്യമ പ്രവർത്തന രംഗത്ത് അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യവുമാണ്. ഇപ്പോൾ മാത്രമല്ല, എത്രയോ കാലമായി നമ്മുടെ മലയാള മാധ്യമങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രീതികൾ, ശൈലികൾ, വാർത്താ സംസ്കാരം അതെല്ലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് എന്ന പക്ഷമാണെൻ്റെ. ഇപ്പോൾ NS മാധവൻ്റെ തിരുത്ത് എന്ന കഥ അത് വായിക്കാത്തവർ ചുരുക്കമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് സർവകലാശാല പോലെ ഒരു സ്ഥലം. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ എത്രയോ ചർച്ചകൾ നടന്നിട്ടുള്ള ഒരു കഥയാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ തർക്കമന്ദിരം തകർത്തു എന്ന് പത്രത്തിൻ്റെ തലക്കെട്ട് തയ്യാറാക്കിയ ഘട്ടത്തിൽ പത്രാധിപർ വൃദ്ധനായ ചുല്യാട്ട് വലിയ ആത്മസംഘർഷത്തോടെ വിറയാർന്ന കരങ്ങൾ കൊണ്ട് ഒരു നീല പെൻസിൽ ഉപയോഗിച്ച് തർക്കമന്ദിരം എന്ന വാക്ക് വെട്ടിമാറ്റുകയും അവിടെ ബാബറി മസ്ജിദ് എന്ന് എഴുതി ചേർക്കുകയും ചെയ്തു. നമ്മൾ ആ കഥ എത്ര ആവേശത്തോടെയാണ് വായിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? 92-ലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. 3 പതിറ്റാണ്ട് പിന്നിട്ടു. ശരിക്കും അന്ന് മലയാളത്തിലെ പത്രങ്ങൾ എങ്ങനെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്? കൗതുകകരമാണ്. മലയാള മനോരമയുടെ തലക്കെട്ടെന്നായി എന്തായിരുന്നു? 92 ഡിസംബർ 7 മലയാള മനോരമ വാർത്തയുടെ തലക്കെട്ട് എങ്ങനെയായിരുന്നു? താഴികക്കുടങ്ങൾ തകർത്തു, കല്യാൺ സിംഗിനെ പുറത്താക്കി. ഇതാണ് തലക്കെട്ട്. താഴികക്കുടങ്ങൾ തകർത്തു, കല്യാൺ സിംഗിനെ പുറത്താക്കി. കല്യാൺ സിംഗിനെ പുറത്താക്കിയത് കല്യാൺ സിംഗ് രാജിവെച്ച് കഴിഞ്ഞിട്ടാണ് പുറത്താക്കിയത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അവിടെ നിൽക്കട്ടെ. താഴികക്കുടങ്ങൾ തകർത്തു എന്നാണ്. എന്തിൻ്റെ താഴികക്കുടം? എന്തിൻ്റെ താഴികക്കുടമാണ് തകർത്തതെന്ന് തലക്കെട്ടിൽ വരാതിരിക്കാൻ മനോരമ എത്ര ക്ലേശിച്ചിട്ടുണ്ടാവുമെന്ന്. 1-ാം പേജിൽ 7 കോളം വാർത്തയാണ് മനോരമ നൽകിയത്. അന്നത്തെ പത്രത്തിൻ്റെ ശൈലി അനുസരിച്ച് ശേഷം ഇത്രാം പേജിൽ എന്ന് ബാക്കി ഉണ്ട് താനും. 1-ാം പേജിലെ 7 കോളം വാർത്തയിൽ 4 ഇടത്ത് തർക്കമന്ദിരം എന്ന് ആവർത്തിക്കുന്നുണ്ട്. തർക്കമന്ദിരം എന്ന് ആവർത്തിക്കുന്നു. ഒരിടത്ത് വിവാദ മന്ദിരം എന്നാണ്, 3 ഇടത്ത് വെറും മന്ദിരമാണ്. ഇങ്ങനെയൊക്കെ മന്ദിരത്തെ ചുറ്റിപ്പറ്റി വിശേഷണങ്ങൾ കൊടുത്തപ്പോഴും ഒരൊറ്റ തവണ പോലും ബാബറി മസ്ജിദ് എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തിയ പത്രമാണ് മനോരമ. അപ്പോൾ ചൂല്യാട്ടിൻ്റെ പത്രത്തിന് മാത്രമല്ല പ്രശ്നം എന്ന് നമ്മൾ കണ്ടോളണം. തർക്കമന്ദിരമെന്ന് തറപ്പിച്ചെഴുതിയ പത്രമാണ് മലയാള മനോരമ. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് അത് മാത്രമല്ല, ആ വാർത്തയിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: താഴികക്കുടങ്ങൾക്ക് മുകളിൽ കൊടി ഉയർത്തിയ കർസേവകർ ഉടൻ പ്രവർത്തന നിരതരായി. അതാണ് പ്രവർത്തന നിരതരായി. പ്രവർത്തന നിരതരായി എന്ന് മലയാള മനോരമ വിശേഷിപ്പിച്ചത് ബാബറി മസ്ജിദ് തകർത്തു എന്നതിനെയാണ്. ബാബറി മസ്ജിദ് തകർക്കുന്നതിന് മനോരമ കൊടുത്ത വിശേഷണമാണ് കർസേവകർ പ്രവർത്തന നിരതരായി എന്നാണ്. അതാണ് മലയാള മനോരമ ആ ഒരു ചരിത്രഘട്ടത്തിൽ, ആ ഒരു ദിവസത്തെ പത്രം മാത്രം എടുത്തു നോക്കിയാൽ മലയാളിക്ക് നൽകിയ മാധ്യമ പ്രവർത്തന രംഗത്തെ ഒരു മാതൃക. മാതൃഭൂമിയോ? മാതൃഭൂമി അന്നത്തെ വാർത്തയ്ക്ക് നൽകിയ തലക്കെട്ട് കുറെ കൂടി വിചിത്രമാണ്. കർസേവകർ തർക്കമന്ദിരം വ്യാപകമായി കേടുവരുത്തി. അവർ തലക്കെട്ടിൽ തന്നെ തർക്കമന്ദിരം എടുത്തു. തർക്കമന്ദിരം തകർത്തു എന്ന് പോലും പറയുന്നില്ല, വ്യാപകമായി കേടുവരുത്തി എന്നാണ് പറയുന്നത്. വാർത്തയിലുടനീളം തർക്കമന്ദിരം എന്നല്ലാതെ ഒരു വാക്കും ബാബറി മസ്ജിദിനെ വിശേഷിപ്പിക്കാൻ മാതൃഭൂമി ഉപയോഗിച്ചില്ല. എന്നു മാത്രമല്ല, മനോരമയേക്കാൾ ഒരു പടി കടന്ന് മാതൃഭൂമി 1-ാം പേജിലെ വാർത്തയിൽ ആവർത്തിച്ച് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഈ തർക്കമന്ദിരം ഇങ്ങനെ കേടുവരുത്തി ഈ കർസേവകര്. ആ സമയത്ത് പരമാവധി അതിനെ സംരക്ഷിക്കാൻ RSS കഠിന പരിശ്രമം ചെയ്തു എന്നാണ്. ബാബറി മസ്ജിദ് തകർന്നു പോകാതെ, ബാബറി മസ്ജിദ് എന്ന് പറയുന്നില്ല, തർക്കമന്ദിരം കേടുപാട് പറ്റാതിരിക്കാൻ RSS നന്നായി പരിശ്രമിച്ചു
അവരെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ അവർ ശ്രമിച്ചു അതിനെ സംരക്ഷിക്കാനെന്നാണ് മാതൃഭൂമി എന്ന് പറയും. കേരള കൗമുദി പിന്നെ ഒരു വളച്ചുകെട്ടിലും നിന്നിട്ടില്ല, തർക്കമന്ദിരം തകർത്തു എന്ന് തന്നെ NS മാധവന്റെ കഥയിലെ പത്രത്തിലെ ആദ്യത്തെ വാചകം പോലെ അങ്ങനെ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇത് 92-ലെ അനുഭവമാണ്. കാലം അത്ര കഴിഞ്ഞു. ആ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ചു. നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ വെച്ച് അത് ഉദ്ഘാടനം നടത്തി. അത് എങ്ങനെയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? കേരളത്തിൽ അപ്പോഴേക്ക് ദൃശ്യമാധ്യമങ്ങളുടെ കാലം എന്ന് വെച്ചാൽ ഇപ്പോൾ 92-ൽ പത്രങ്ങളെയാണല്ലോ ആശ്രയിക്കുന്നത്. എന്നാൽ രാമക്ഷേത്രം വന്നപ്പോഴേക്ക് ദൃശ്യമാധ്യമങ്ങൾ പിടിമുറുക്കി കഴിഞ്ഞ ഒരു കാലം. നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ കൈരളി ഒഴികെ അന്ന് മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ അന്തസ്സുയർത്തിപ്പിടിച്ചത് കൈരളി ആയിരുന്നു, അല്ലെങ്കിൽ കൈരളി മാത്രമായിരുന്നു എന്നത് അന്ന് ടെലിവിഷൻ ചാനലുകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. മറ്റെല്ലാ ചാനലുകളും അമ്പല കമ്മിറ്റി സ്പോൺസർ ചെയ്ത പരിപാടി പോലെയാണ് ആ പ്രാണപ്രതിഷ്ഠ എന്നാണ് അതിന് പേരിട്ടത്, നിർവഹിച്ചത്. പ്രധാനമന്ത്രി മുഖ്യ കാർമ്മികനായി വരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അശ്ലീലത്തെ എത്ര അഭിമാനത്തോടെയാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ ആഘോഷമാക്കിയത്. പിറ്റേ ദിവസം ഇറങ്ങിയ പത്രങ്ങളും നമുക്ക് കാണാൻ പറ്റും. സമാനമായ അനുഭവമായിരുന്നു പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം. പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഇന്ത്യൻ മതനിരപേക്ഷത ഒരു വാക്കു മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കും വിധമാണ് അർത്ഥനഗ്നരായ ഒരു കൂട്ടം പുരോഹിതന്മാർ ഹൈജാക്ക് ചെയ്ത ഈ പറഞ്ഞ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയൊക്കെ പോലത്തെ ഒരു പരിപാടിയായി പാർലമെന്റ് ഉദ്ഘാടനം മാറി. ഇന്ത്യ പോലെ ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്ത്, മതനിരപേക്ഷത ഉദ്ഘോഷിക്കുന്ന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്ത് സങ്കല്പിക്കാനാവാത്ത വിധമുള്ള ഒരു അശ്ലീലം അരങ്ങേറിയപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അതിനെ സമീപിച്ചത്? മാതൃഭൂമി അതിന് കൊടുത്ത തലക്കെട്ട് പുതിയ ഇന്ത്യ എന്നായിരുന്നു. എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുതിയ ഇന്ത്യ എന്നാണ് ആവേശത്തോടെ കൊടുത്ത തലക്കെട്ട്. മനോരമയുടെ തലക്കെട്ട് സമർപ്പണം എന്നായിരുന്നു. സമർപ്പണം എന്നായിരുന്നു തലക്കെട്ട്. ആരും ഇതിനെ വിമർശിക്കാൻ ധീരമായി മുൻപോട്ട് വന്നില്ല. ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയുടെ പാരമ്പര്യം ഇതാണോ എന്ന ചോദ്യം, മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ഇങ്ങനെയാണോ നടക്കേണ്ടതെന്ന ആശങ്ക ആർക്കും ഉണ്ടായില്ല. ദേശാഭിമാനി അന്ന് കൊടുത്ത തലക്കെട്ട് ഇതല്ല ഇന്ത്യ എന്നായിരുന്നു. ടെലഗ്രാഫിൻ്റെ തലക്കെട്ട് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളെ പ്രതീക്ഷയുള്ളവരാക്കി മാറ്റുന്ന കരുത്തുറ്റ തലക്കെട്ടായിരുന്നു. 2023 BC എന്ന തലക്കെട്ടാണ് അവർ കൊടുത്തത്. പക്ഷേ ടെലഗ്രാഫിൻ്റെ എഡിറ്ററായിരുന്ന മലയാളി കൂടിയായ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ പിന്നീട് ആ കസേരയിൽ ഉണ്ടായിട്ടില്ല. ആ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിൽ ഇന്ന് മതനിരപേക്ഷ അനുകൂല നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം സാഹസികമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന അനുഭവമാണ് ഈ സംഭവത്തിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. മലയാള മാധ്യമ പ്രവർത്തന രംഗത്ത് ഇപ്പോൾ ഒരർത്ഥത്തിൽ ദൃശ്യമാധ്യമങ്ങൾ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. അതെങ്ങനെ മാധ്യമ പ്രവർത്തനത്തെ സ്വാധീനിച്ചു എന്ന പരിശോധനയും ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നടത്തേണ്ടതാണ്. വാർത്തകളെ ഉദ്വേഗജനകമായി അവതരിപ്പിക്കുക, വാർത്തകളുടെ തലക്കെട്ടുകൾ ഈ തരത്തിൽ തയ്യാറാക്കുക, ഒരു നോവലിലെയോ കഥയിലെയോ വാചകങ്ങൾക്ക് സമാനമെന്ന പോലെ സ്തോഭജനകമായി, ഉദ്വേഗജനകമായി, സ്ഫോടനാത്മകമായി ഒക്കെ അവതരിപ്പിക്കുക, വാർത്തയെ വിട്ട് വിശേഷണങ്ങളെ ഉയർത്തിപ്പിടിക്കുക, ആധികാരികത ഉറപ്പുവരുത്താതെ എന്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒന്നാണ് തങ്ങളുടെ മാധ്യമങ്ങൾ എന്ന നിലയിൽ വാർത്തകളെ സമീപിക്കുക. ഇതെല്ലാം ദൃശ്യമാധ്യമങ്ങളുടെ കഴുത്തറപ്പൻ മത്സരത്തിൻ്റെ കൂടി ഭാഗമായി വന്നിട്ടുള്ള വ്യതിയാനങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കൗതുകകരമായി തോന്നിയൊരു കാര്യം, മലയാള മനോരമ ദിനപത്രത്തിൽ കുറച്ചു നാൾ മുൻപ് ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടു. മനോരമ ന്യൂസ് ചാനലിൻ്റെ പരസ്യമാണ്. മനോരമ ന്യൂസ് ചാനൽ
മനോരമ പത്രത്തിൽ കൊടുത്തൊരു പരസ്യമാണ്. പരസ്യവാചകം ഇതാണ്: സത്യം പറയാൻ ബഹളം കൂട്ടുന്നത് എന്തിന്? ചോദ്യചിഹ്നം. ഇതാണ് ചോദ്യം. സത്യം പറയാൻ ബഹളം കൂട്ടുന്നത് എന്തിന്? ഇതാണ് ചോദ്യം. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പക്ഷെ പ്രശ്നം, വാർത്താവതരണത്തിൻ്റെ പേരിലും വാർത്താനുബന്ധ പരിപാടികളുടെ ഭാഗമായും ഒക്കെ നല്ലതുപോലെ ബഹളം കൂട്ടുകയും അലറി വിളിക്കുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്ത് മോശം മാതൃകകൾ സൃഷ്ടിക്കുന്നതിൽ മുന്നിൽ നിന്ന ചാനലാണ് മനോരമ ന്യൂസ്. പിന്നെയോ കാലം പോകെ മറ്റു ചില ചാനലുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുകയും മനോരമയേക്കാൾ ബഹളം കൂട്ടുകയും അതിനേക്കാൾ വഷളായി വാർത്തകൾ അവതരിപ്പിക്കുകയും ആക്രോശിക്കുകയും കൂടുതൽ വലിയ ബഹളം ഉണ്ടായി. അപ്പോൾ റേറ്റിംഗിൽ മനോരമ പുറകിൽ പോയി. അപ്പോൾ മനോരമ ചോദിക്കുകയാണ്, സത്യം പറയാൻ ബഹളം കൂട്ടുന്നത് എന്തിന്? ആ പരസ്യവാചകത്തിൻ്റെ അർത്ഥം, ആരും ബഹളം കൂട്ടരുത്, ഞങ്ങൾ മാത്രം കൂട്ടിക്കോളാം. ഇനി ആരെങ്കിലും ബഹളം കൂട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടുന്ന അത്ര മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. ഞങ്ങളെ പുറകിലാക്കുന്നത് പോലെ ആരും ബഹളം കൂട്ടരുത് എന്നല്ലാതെ മറ്റെന്താണ് ആ പരസ്യം നമ്മോട് പറയുന്നത്? ദൃശ്യമാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന മുഖ്യധാര ചാനലുകൾ എന്ന് പറയുന്നവർ ഈ നിലയിൽ വാർത്തകളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടെലിവിഷൻ ചാനൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടർ വിവിധ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്ത് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ റിപ്പോർട്ടിങ്ങിൻ്റെ പ്രത്യേകത, ഒരു കുതിരയുടെ പുറത്താണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. കുതിരപ്പുറത്താണ്, മനസ്സിലായി. മാധ്യമ പ്രവർത്തനത്തിൽ, മാധ്യമ റിപ്പോർട്ടിങ്ങിൽ കുതിരയുടെ പ്രസക്തി എന്താണ് എന്നതിനെക്കുറിച്ച് വല്ല പ്രബന്ധവും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് പറയുന്നത്? ഞങ്ങളുടെ വാർത്ത മോശമാണെങ്കിലും ഞങ്ങളുടെ കുതിര ഗംഭീരമാണ് എന്ന് അതിലൂടെ പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദോഷകർക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. ഞങ്ങളുടെ വാർത്ത നിങ്ങൾ കേൾക്കണമെന്നില്ല, ഞങ്ങളുടെ കുതിര കാണാനെങ്കിലും, ഞങ്ങളുടെ കുതിരയെ കാണാനെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ വെക്കൂ എന്ന മാധ്യമം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ മറ്റൊരു മാധ്യമത്തിൻ്റെ പ്രവർത്തകൻ നോക്കുമ്പോൾ ഉണ്ട്, ഗോവിന്ദൻ മാഷയുടെ ശബ്ദം അനുകരിക്കുകയാണ് ഒരു റിപ്പോർട്ടർ. ആ ചാനൽ പറയുകയാണ്, ഞങ്ങളുടെ റിപ്പോർട്ടർക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. ഇനി വാർത്തയിൽ വല്ല പോരായ്മയുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിച്ചേക്കുക, നന്നായി മിമിക്രി അവതരിപ്പിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ, അത് കാണാനെങ്കിലും ഞങ്ങളുടെ ചാനൽ വെക്കൂ എന്ന ദയനീയമായ അഭ്യർത്ഥനയാണ് മുൻപോട്ട് വരുന്നത്. അതിൻ്റെ മുന്നിൽ തോറ്റുപടകില്ല മറ്റു ചാനലുകൾ. ഉടനെ ഒരു അവതാരക നൃത്തം ചെയ്യുന്ന ദൃശ്യം സംപ്രേഷണം ചെയ്യുന്നു. ഞങ്ങളുടെ അവതാരക വാർത്ത വായിക്കുക മാത്രമല്ല, നൃത്തം ചെയ്യുക കൂടി ചെയ്യും. കുതിരയെ കാണാനോ നൃത്തം ആസ്വദിക്കാനോ മിമിക്രി കേൾക്കാനോ എന്തിനു വേണ്ടി ആയാലും വേണ്ടില്ല, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ വെച്ചാൽ മതി, ഞങ്ങളെ റേറ്റിംഗിൽ നിങ്ങൾ മുന്നിലെത്തിച്ചാൽ മതി എന്ന് കേണപേക്ഷിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ അതിൽ ഏറിയ പങ്കും എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കഴിഞ്ഞ സെപ്റ്റംബർ മാസം ആദ്യം പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ കവർ സ്റ്റോറിയായി വന്നത് മാധ്യമപ്രവർത്തക ബർഖാത്ത് ദത്തുമായുള്ളൊരു അഭിമുഖമാണ്. ആ അഭിമുഖത്തിൻ്റെ തലക്കെട്ടായി കവറിൽ പ്രസിദ്ധീകരിച്ച വാചകം, ഈ അവതാരകർ ഇങ്ങനെ ആക്രോശിക്കുന്നത് എന്തിന് എന്നാണ്. ഈ അവതാരകർ ഇങ്ങനെ ആക്രോശിക്കുന്നത് എന്തിന്? ആ അഭിമുഖത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ബർഖാത്ത് ദത്ത് അനുസ്മരിക്കുകയാണ്, കുറച്ച് നാളുകൾക്ക് മുൻപ് ലണ്ടനിൽ വെച്ച് കരൺ ജോഹറുമായി അവർ ഒരു ഇൻ്റർവ്യൂ നടത്തി. ആ ഇൻ്റർവ്യൂവിൽ കരൺ ജോഹർ ചോദിച്ച ചോദ്യമാണ്. അദ്ദേഹം വളരെ ക്ഷോഭത്തോടു കൂടി ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ അലറി വിളിക്കുന്നത്? അതിഥികളോട്, ഓഡിയൻസിനോട് ഒക്കെ മര്യാദകേട് കാണിക്കുന്ന, ആക്രോശിക്കുന്ന, ബഹളം കൂട്ടുന്ന, അരോചകമായി പെരുമാറുന്ന, അലറി വിളിക്കുന്ന, എന്തിനിങ്ങനെ അലറി വിളിക്കണം എന്നാണ് ചോദിക്കുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ഈ കവർ സ്റ്റോറിയുടെ തലവാചകമെങ്കിലും മാതൃഭൂമി ന്യൂസ് ചാനലിൻ്റെ അവതാരകർ വായിച്ചിരുന്നെങ്കിൽ എന്ന് ആശിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. അതുപോലെ മനോരമ പത്രത്തിൽ കൊടുത്ത പരസ്യത്തിൻ്റെ പരസ്യവാചകമെങ്കിലും മനോരമയിലെ അവതാരകർ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ എന്ന് ആശിക്കാനേ നമുക്ക് സാധിക്കും. അതിനിടയിൽ ഏഷ്യാനെറ്റിൻ്റെ സ്ഥാപക നേതൃത്വമായിരുന്ന റജി മേനോനുമായി ഏഷ്യാനെറ്റിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ നടത്തുന്ന ഒരു അഭിമുഖം പുറത്തു വരികയുണ്ടായി.
അതിൽ റെജി മേനോൻ വളരെ ക്ഷോഭത്തോടു കൂടി പറയുന്നുണ്ട്. 5 വാക്കിൽ പറയേണ്ട കാര്യങ്ങൾ 100 വാക്കിൽ പറയുന്നതായി ഇന്നത്തെ ദൃശ്യമാധ്യമ പ്രവർത്തനം മാറി. അദ്ദേഹം പറയുന്നു, ചർച്ചകൾ എന്ന പേരിൽ ഈ പറഞ്ഞ കാര്യം തന്നെ മര്യാദയില്ലാതെ പെരുമാറുന്നു. സഹപാനലിസ്റ്റുകളോട്, അതിഥികളോടൊക്കെ തട്ടിക്കയറുന്നു, ആക്രോശിക്കുന്നു, ബഹളം കൂട്ടുന്നു. വാട്ട് ദ ഹെൽ ഈസ് ഹാപ്പനിങ്? അദ്ദേഹത്തിൻ്റെ വാചകമാണ് ചോദിക്കുക. അതിനോട് ഏഷ്യാനെറ്റിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ പ്രതികരണം ഇങ്ങനെയാണ്: ഇന്ത്യയിൽ എല്ലാവരും ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? അതാണ് പ്രതികരണം. എല്ലാവരും ചെയ്യുന്നു, ഞങ്ങളും ചെയ്യുന്നു. ഇതാണ് ഏഷ്യാനെറ്റിൻ്റെ ന്യായം. ഇവരിൽ നിന്ന് നമുക്കിനി എന്താണ് പ്രതീക്ഷിക്കാനാവുക? എന്നാൽ ഇങ്ങനെയെല്ലാം എത്തി നിൽക്കുന്ന സാഹചര്യത്തിലും ദൃശ്യമാധ്യമങ്ങളിലും അച്ചടി മാധ്യമങ്ങളിലും ഞങ്ങൾ ഉദാത്ത മാധ്യമ പ്രവർത്തനം നടത്തുന്നവരാണ്, ഞങ്ങൾ ഏറ്റവും ഉത്തമമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആൾരൂപങ്ങളാണ് എന്ന് അവകാശപ്പെടുകയും ആത്മവഞ്ചനാപരമായ അത്തരമൊരു നാട്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്നതാണ് അത്ഭുതം. ഇപ്പോൾ മനോരമ ന്യൂസ് ചാനൽ ഞങ്ങൾ മിണ്ടും എന്ന പേരിൽ ഒരു ചർച്ച വൈകുന്നേരം അവർ സംപ്രേഷണം ചെയ്തു. കുറച്ചു നാളായി. സമാനമായി ഏഷ്യാനെറ്റിലും ഉണ്ടായിരുന്നു, മറ്റു ചാനലിലും ഉണ്ടായിരുന്നു. പ്രശ്നം കേരളത്തിലൊരു മാധ്യമ പ്രവർത്തകയെ സംബന്ധിച്ചൊരു പരാതി കൊടുത്തു. സർക്കാർ നേരിട്ട് എന്തെങ്കിലും ചെയ്തതല്ല, ഒരാൾ ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായും അത് നിയമാനുസൃതമായ നടപടികളിലേക്ക് ഇടാം. അത്തരമൊരു ഘട്ടത്തിൽ ഒരു മുഴം മുൻപേ എറിഞ്ഞ് പറയുകയാണ്, ഞങ്ങൾ മിണ്ടും, ഞങ്ങളെ നിശബ്ദരാക്കാൻ നോക്കണ്ട, ഞങ്ങൾ ധീരമായി ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് പറയുന്നത്. നമുക്കറിയാം, ജസ്റ്റിസ് ലോയ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചുപോയി. അമിത്ഷായുടെ കേസിലെ ന്യായാധിപനായി. അത് സംബന്ധിച്ച് അന്വേഷണാത്മകമായ ഒരു റിപ്പോർട്ട് കാരവൻ പ്രസിദ്ധീകരിച്ചു. നിരഞ്ജൻ ധാക്കലെ എന്ന മാധ്യമപ്രവർത്തകനാണത് തയ്യാറാക്കിയത്. ഏറെ പ്രശംസിക്കപ്പെട്ട ഒരു റിപ്പോർട്ടായിരുന്നു. എന്നാൽ ആ മാധ്യമപ്രവർത്തകൻ കാരവൻ്റെ സ്റ്റാഫ് റിപ്പോർട്ടറായിരുന്നില്ല എന്നതാണ് പ്രത്യേകത. അദ്ദേഹം മനോരമയുടെ ഉടമസ്ഥതയിലുള്ള ദ വീക്കിൻ്റെ മാധ്യമപ്രവർത്തകനായിരുന്നു. പിന്നെന്താണ് ദ വീക്കിൽ ആ റിപ്പോർട്ട് വരാതിരുന്നത്? സ്വന്തം മാധ്യമപ്രവർത്തകൻ ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും പ്രാധാന്യത്തോടു കൂടി അത് പ്രസിദ്ധീകരിക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. ആ റിപ്പോർട്ട് സ്വന്തം മാധ്യമത്തിലൂടെ വെളിച്ചം കാണില്ല എന്ന് ഉറപ്പായപ്പോഴാണ് നിരഞ്ജൻ ധാക്കലേക്ക് മറ്റൊരു മാധ്യമത്തെ സമീപിക്കേണ്ടതായി വന്നു. അപ്പോൾ അവിടെ മിണ്ടിയാൽ അത് അവസാനത്തെ മിണ്ടലാകും എന്ന് മനോരമയ്ക്ക് നന്നായി അറിയാമായിരുന്നു. എവിടെയാണ് നിശബ്ദത പാലിക്കേണ്ടതെന്ന്, എവിടെയാണ് ശിരസ് കുനിച്ച് നിൽക്കേണ്ടതെന്ന്, എവിടെയാണ് ശബ്ദിക്കാനാവുന്നത് എന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള ബുദ്ധിയും ജ്ഞാനവുമെല്ലാം ഉള്ളവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. ഞങ്ങൾ മിണ്ടും. എവിടെ മിണ്ടും? കേരളത്തിൽ മിണ്ടും. കേരളത്തിലെ ഗവൺമെന്റിനെ നിരന്തരം ആക്രമിക്കും. അങ്ങനെ ആക്രമിച്ചാലും വലുതായൊന്നും സംഭവിക്കാനില്ല. ഏറി വന്ന ഇതേപോലെ സെമിനാറിൽ നമ്മളാരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചില വിമർശനങ്ങൾ ഉന്നയിക്കും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. എന്നാൽ അവിടെയാണെങ്കിലോ, കേന്ദ്രത്തിലാണെങ്കിലോ, ഏഷ്യാനെറ്റിലെ നേരത്തെ പറഞ്ഞ മുതിർന്ന മാധ്യമ പ്രവർത്തക കുംഭമേളയുടെ സമയത്ത് കുംഭമേളയെ സംബന്ധിച്ച് അതിൻ്റെ തയ്യാറെടുപ്പുകളെ വിമർശിച്ചുകൊണ്ട്, ചെറുതായി ഒന്ന് വിമർശിച്ചുകൊണ്ട് ഒരു പരിപാടി സംപ്രേഷണം ചെയ്തു. ഉടനെ ഏഷ്യാനെറ്റിൻ്റെ മുതലാളി കൂടിയായ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കർശനമായ താക്കീത് കൊടുക്കുകയും അക്കാര്യം പരസ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ നമ്മൾ അറിഞ്ഞത്. അല്ലെങ്കിൽ അതിനെ ഒരു ഗോസിപ്പ് എന്ന് പറയും. ഞാനിങ്ങനെ ഇടപെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പരസ്യപ്പെടുത്തി. എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകർക്ക് മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് വടക്കോട്ട് നോക്കി ഓച്ചാനിക്കാനും കേരളത്തിലെ ഗവൺമെന്റിനെ ആക്രമിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ്. അത് മനസ്സിലാക്കിക്കൊള്ളണം എന്നാണ്. അത് മനസ്സിലാക്കി അദ്ദേഹം വരച്ച വരയിൽ നിന്നും 1/2 സെന്റിമീറ്റർ മാറാതെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു വ്യത്യാസവും അതിനില്ല. അതുകൊണ്ട് വിമർശനം ഇവിടെയേ സാധിക്കൂ എന്നറിയാം. ഇനി കേരളത്തിൽ LDF ഗവൺമെന്റ് ആയിരുന്നില്ല ഇപ്പോൾ എങ്കിലോ? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ പ്രധാന മാധ്യമങ്ങളിലെ വാർത്തകളുടെ സ്വഭാവം പിന്നെ എങ്ങനെയായിരിക്കും?
ഞങ്ങൾ നീതിബോധമുള്ളവരും ഉദാത്ത മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രതിനിധികളുമാണ് എന്ന് സ്ഥാപിക്കാൻ അവർ ആരെ വിമർശിച്ചേനെ? ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ ഇടതുപക്ഷം നിയന്ത്രിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ ഭരണസമിതികൾക്കെതിരായിട്ടായിരിക്കും അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ആഞ്ഞടിക്കുക. ഞങ്ങളത് അധികാരത്തിനെതിരെ ആഞ്ഞടിക്കുന്നു എന്ന് പറയും. ഇത് നേരത്തെ പറഞ്ഞ തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു വിളിപ്പാടകലെയാണല്ലോ നമ്മുടെ വിമാനത്താവളം. ആ വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് വെച്ചാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ കുറേ പേർ, വനിതകൾ ഉൾപ്പെടെ ഉള്ളവർ, മൃഗീയമായ കായികാക്രമണത്തിന് വിധേയരായി. മുസ്ലിം ലീഗിലെ ക്രിമിനൽ സംഘം അക്ഷരാർത്ഥത്തിൽ അടിച്ചവശരാക്കി. പലരും ആശുപത്രിയിലായി. നമ്മളെല്ലാം ഒന്ന് പ്രതിഷേധിച്ചു. മാധ്യമങ്ങളെ നമ്മൾ വിമർശിക്കും, പലതും തുറന്നു കാട്ടും. പക്ഷെ അതിനപ്പുറത്ത് മാധ്യമ സ്വാതന്ത്ര്യം പരിക്കേൽക്കാതെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നീതിപൂർവമല്ലാത്ത വിമർശനങ്ങൾ നമുക്കെതിരെ ഉന്നയിക്കുന്നുവെങ്കിൽ പോലും മാധ്യമ സ്വാതന്ത്ര്യം പോർലേൽക്കാതെ സംരക്ഷിക്കപ്പെടണം എന്ന തത്വാധിഷ്ഠിതമായ നിലപാട് എല്ലാ കാലത്തും നമുക്കുണ്ട്. നമ്മളന്ന് പ്രതിഷേധിച്ചു. അന്ന് സാരമായി പരിക്കേറ്റ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് അവതാരകരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ അതൊക്കെ മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ അനുഭവം അവരെ പഠിപ്പിച്ചത് ഞാൻ ന്യായമായും ബലമായും സംശയിക്കുന്നു. ആരെയൊക്കെയാണ് സുരക്ഷിതമായി വിമർശിക്കാൻ കഴിയുക എന്ന പാഠമാണ് അതിൽ നിന്നും അവർ പഠിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിനെതിരായ ആക്രമണം ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോകില്ല എന്ന ഉറപ്പ് അവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തുമാവട്ടെ, ഞാൻ ചുരുക്കുകയാണ്. ഇപ്പോൾ കേരളം സത്യത്തിൽ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം നടന്നു. എത്ര വലിയ നേട്ടമാണ് നമ്മൾ നേടിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിൽ നല്ലൊരു പങ്കും ദരിദ്രനെ അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ദരിദ്രനുണ്ടെങ്കിൽ ഇതാ ഈ പ്രഖ്യാപനം പൊളിഞ്ഞു, ഇവിടെ ഒരാളുണ്ട്. അതാണ് മാധ്യമങ്ങളുടെ താല്പര്യം. അതാണോ മാധ്യമങ്ങളുടെ ധർമ്മം? വർഷങ്ങൾക്ക് മുൻപ് ഒ വി വിജയൻ മാധ്യമങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരിടത്ത് എഴുതുന്നുണ്ട്. അന്നത്തെ മാധ്യമങ്ങൾ പ്രകടമായ ചില പ്രവണതകളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒറ്റ വാചകം, ഇതല്ല മാധ്യമധർമ്മം, സാത്വികമായ മറ്റൊന്നാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ആ പശ്ചാത്തലമൊന്നും വിശദീകരിക്കുന്നില്ല. ചോദ്യം ഇതാണ്: നമ്മുടേതുപോലെ ഒരു രാജ്യം, ഏതുപോലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 102 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം, പട്ടിണി മരണങ്ങൾ ഒരു തടസ്സവുമില്ലാതെ നടക്കുന്ന ഒരു രാജ്യം. പട്ടിണി എന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ചൊരു വാക്കു മാത്രമാണ്, ഒരനുഭവമല്ല. ഈ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും സമീപകാലത്ത് പട്ടിണി കിടന്നിട്ടുണ്ടോ? നിങ്ങളുടെ അറിവിൽപ്പെട്ടവരാരെങ്കിലും? ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്കാവും. നിങ്ങളുടെ ഓർമ്മകളിലെപ്പോഴെങ്കിലും, സമീപ ഭൂതകാല ഓർമ്മയിലെപ്പോഴെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഒരു മലയാളി പട്ടിണി കിടന്ന് മരിച്ചു എന്നൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പട്ടിണി മരണത്തിന്റെ വാർത്ത ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് പറ്റും. എന്നാൽ പട്ടിണി മരണം ദൈനംദിന സംഭവമായിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ രാജ്യം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പട്ടിണി മരണം അഭംഗൂരം നടന്നുകൊണ്ടേയിരിക്കുന്നു. പട്ടിണി മരണം നടന്നുകൊണ്ട് ഗൗരവതരമായ പട്ടിണി സംബന്ധിച്ച് പരിശോധന നടത്തി ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടനയുടെയും മറ്റുമൊക്കെ ഉത്തരവാദിത്വത്തിൽ തയ്യാറാക്കപ്പെടുന്നതെന്ന് കരുതപ്പെടുന്ന ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ, വിശപ്പ് സൂചികയിൽ, ആഗോള വിശപ്പ് സൂചികയിൽ 102 സ്ഥാനത്താണ് നാം. 125 രാജ്യങ്ങളോ മറ്റോ ആണ് മുൻവർഷം ഉണ്ടായിരുന്നത് ആ പട്ടികയിൽ. ഇപ്പൊ അതിന് മാറ്റമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ ഏറ്റവും പുറകിൽ നിൽക്കുകയാണ് നാം. ഈ 102 സ്ഥാനത്ത് ദാരിദ്ര്യമെന്ന അപമാനവുമായി ഒരു വ്യക്തി ദരിദ്രനാണെന്ന് പറഞ്ഞാൽ അത് അപമാനമൊന്നുമല്ല. വ്യക്തിയുടെ ദാരിദ്ര്യം അപമാനമല്ല, രാഷ്ട്രത്തിന്റെ ദാരിദ്ര്യം അപമാനമാണ്. അപ്പോ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലെ ആ സ്ഥാനം ഇന്ത്യക്ക് അപമാനമാണ്. ആ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം നമ്മുടെ രാജ്യം, അത് വളരുന്നു എന്ന് ലജ്ജ ഏതുമില്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നവർ ആ രാജ്യത്തെ ഒരു സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്തി നേടി എന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല.
അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഊർജവും അതിനായി ചെലവഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഒരു നേട്ടം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു മാറ്റമാണോ? ഞാൻ അതിദാരിദ്ര്യ വിമുക്തിയിലേക്ക് കേരളം നടന്നു വന്ന വഴികളെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല. പകരം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു വാർത്ത കേരളത്തിൽ വന്നു. എന്തായിരുന്നു? ശിശുമരണ നിരക്കിൽ കേരളം, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ വാർത്ത? കേരളം അമേരിക്കയെ മറികടന്നു. അതാണ് വാർത്ത. ശിശുമരണ നിരക്കിൽ കേരളം അമേരിക്കയെ മറികടന്നു. ആരെ? അമേരിക്കയെ. ലോക മുതലാളിത്തത്തിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന അമേരിക്ക, സുഖസൗകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും മുതലാളിത്ത വളർച്ചയുടെയും അവസാന വാക്കെന്നറിയപ്പെടുന്ന അമേരിക്ക, ആ അമേരിക്കയെ കേരളം മറികടന്നു. അതാണ് വാർത്ത. ഇന്ത്യയിലെ ശിശുമരണ നിരക്ക് എത്രയാണ്? ഇന്ത്യയുടെ ശിശുമരണ നിരക്ക് 25 ഇപ്പോൾ. എന്ന് വെച്ചാൽ 1000 കുഞ്ഞുങ്ങൾ ജനിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സാകും, 1 വർഷം. ആ 1 വർഷത്തിനിടയിൽ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു എന്നതാണ് ശിശുമരണ നിരക്കിന് അടിസ്ഥാനമായിട്ടുള്ള സൂചകം. അപ്പൊ അത് നമ്മുടെ രാജ്യത്ത് 25. അമേരിക്കയിൽ ഏതാണ്ട് 6, 5.6 അങ്ങനെ എന്തോ ആണ്. അത് മെച്ചപ്പെട്ട ഒരു ശിശുമരണ നിരക്കാണ്. അപ്പോഴാണ് കേരളത്തിലെ ഈ കൊല്ലത്തെ ശിശുമരണ നിരക്കിന്റെ, കഴിഞ്ഞ വർഷത്തെ ശിശുമരണ നിരക്കിന്റെ ആധികാരികമായ റിപ്പോർട്ട് വരുമ്പോൾ 5 നമ്മളുടെ. നാം അമേരിക്കയുടെ മുന്നിലെത്തി. അവിശ്വസനീയമായ ഒരു കുതിച്ചുചാട്ടമാണ്. എന്തുകൊണ്ടാണ് ശിശുമരണ നിരക്ക് ഇത്രമാത്രം മെച്ചപ്പെട്ട നിലയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണം. നവജാത ശിശുവിൻ്റെ തൂക്കം നോക്കും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, 3 കിലോ, 3.5 കിലോ, 3.800 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഗർഭാവസ്ഥയിൽ അമ്മ ആരോഗ്യമുള്ളവളായിരിക്കണം. അമ്മ ആരോഗ്യമുള്ളവളാകണമെങ്കിൽ അമ്മ നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം, ആവശ്യത്തിന് വിശ്രമിക്കണം, അസുഖം വരുന്നുണ്ടെങ്കിൽ നല്ല പരിചരണം ലഭിക്കണം, ചികിത്സ ലഭിക്കണം. നല്ല ശാരീരിക മാനസിക ആരോഗ്യ അന്തരീക്ഷത്തിൽ അമ്മ ജീവിക്കുമ്പോഴാണ് ആ അമ്മയ്ക്ക് പിറക്കുന്ന കുഞ്ഞ് ആരോഗ്യമുള്ള കുഞ്ഞാവുന്നു. ആ കുഞ്ഞിന് പോഷക സമൃദ്ധമായ ആഹാരം കൊടുക്കണം. ആദ്യ മാസങ്ങളിലൊക്കെ മുലപ്പാലാണ് കുഞ്ഞിന്റെ ഏറ്റവും സമീകൃത ആഹാരം. അപ്പൊ അങ്ങനെ മുലയൂട്ടാൻ കഴിയണമെങ്കിൽ അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടാവണം. അപ്പൊ അത് കുടുംബത്തിന്റെ ജീവിത നിലവാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഈ സൂചികയ്ക്ക് വളരെ പ്രാധാന്യമുള്ളത്. മെച്ചപ്പെട്ട ജീവിത നിലവാരം, മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ, ആരോഗ്യമുള്ള അമ്മ, ആരോഗ്യമുള്ള കുഞ്ഞ്, അങ്ങനെയാണ്. അപ്പോ ശിശുമരണ നിരക്കിൽ നമ്മൾ ഏറ്റവും ഉയർന്ന ഒരു നിലയിലേക്ക് എത്തി. നമ്മൾ അമേരിക്കയെയും മറികടന്നു. സത്യത്തിൽ അത് എത്ര വലിയ ആഘോഷത്തിന്റെ ഒരു അവസരമാണ്. കേരളം പോലെ ഒരു നാട്, 4 കോടിയിൽ താഴെ മനുഷ്യർ ജീവിക്കുന്ന ഒരു ദരിദ്ര രാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനം അമേരിക്കൻ ഐക്യനാടുകളെ സുപ്രധാനമായ ഒരു സാമൂഹ്യ വളർച്ചാ സൂചികയിൽ പിന്തള്ളി. പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് സകല മനുഷ്യരും മാധ്യമങ്ങളും ഒന്നു ചേർന്ന് അഭിമാന പുരസ്സരം ആഘോഷിക്കേണ്ട ഒന്നല്ലേ? പക്ഷെ മനോരമയിൽ വാർത്ത കാണണമെങ്കിൽ പത്രത്തിന്റെ കൂടെ ഒരു ഭൂതക്കണ്ണാടി കൂടി വാങ്ങണം, ഇങ്ങനെ നോക്കണം. അപ്പൊ ചെറുതായിട്ട് ആ വാർത്ത കാണാൻ പറ്റും. പർവ്വത സമാനമായ മഹാനേട്ടത്തെ മൂടി വെക്കുകയാണ്, മറച്ചു വെക്കുകയാണ്, ഒളിപ്പിച്ചു വെക്കുകയാണ്. കേരളത്തിന്റെ വിജയങ്ങൾ, കേരളത്തിന്റെ മുന്നേറ്റം, ഈ നാടിന്റെ വളർച്ച, അതൊക്കെ ഒതുക്കി മൂടി വെച്ച് ഒളിപ്പിച്ച് ആരോടും പറയാതിരിക്കണം എന്ന മാനസികാവസ്ഥ മാധ്യമങ്ങൾ പൊതുവിൽ സ്വീകരിക്കുകയാണ്. കേരളത്തിന് എന്തെങ്കിലും ഒരു പരാജയം, ഒരു ക്ഷീണം വന്നാൽ അത് ആഘോഷിക്കാം. എങ്ങനെയെങ്കിലും ഈ നാടൊന്ന് തൊലഞ്ഞു പോകണം, ഇത് മുടിഞ്ഞു പോകണം എന്ന ആഗ്രഹത്താൽ പ്രചോദിതരായി ജോലി ചെയ്യുന്നവരായി മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൂചികയിൽ മാത്രമല്ല, മറ്റൊട്ടേറെ സാമൂഹ്യ വളർച്ചാ സൂചികകളിൽ നമ്മൾ ലോകത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ ഈ കേരളത്തിൽ ജനിച്ചു എന്ന കാരണം കൊണ്ട് ഒരർത്ഥത്തിൽ നമ്മളൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. എന്തുകൊണ്ട്? നമ്മൾ ബീഹാറിലായിരുന്നു ജനിച്ചതെങ്കിലോ, UP, രാജസ്ഥാനിൽ, ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തായിരുന്നു നമ്മൾ ജനിച്ചിരുന്നതെങ്കിലോ,
നമ്മൾ ജീവിക്കുമായിരുന്ന കാലയളവ്, അതിനാണ് പ്രതീക്ഷിത ആയുസ് എന്ന് പറയുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമായിരുന്ന കാലയളവിനേക്കാൾ 5, 8, 10 കൊല്ലം കൂടുതലാണ് ഈ കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, ഇവിടെ ജനിച്ചു വളർന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആയുസ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലുമുള്ള മനുഷ്യരെക്കാൾ ശരാശരി 8, 10 കൊല്ലം കൂടുതൽ ആയുസ്സുള്ളവരാണ് നാം. നിസ്സാര കാര്യമാണോ? അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുന്ന വേണ്ടപ്പെട്ടവരാരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ എന്തായിരിക്കും മനസ്സിൽ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത്? ഒരു നിമിഷമെങ്കിലും, ഒരു മിനിറ്റെങ്കിലും, ഒരു ദിവസമെങ്കിലും ആയുസ് നീട്ടി ലഭിച്ചിരുന്നെങ്കിൽ എന്നല്ലേ ചിന്തിക്കുക. വില കൊടുത്താൽ കിട്ടുമോ? ഇല്ല. അപ്പോഴാണ് വർഷങ്ങളുടെ ആയുർദൈർഘ്യം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 75 മലയാളിയുടെ ശരാശരി ആയുർദൈർഘ്യം. 75 വയസ്സ്. അമേരിക്കയോട് അടുത്തെത്തി. പ്രവണത നോക്കിയാൽ അതിലും നമ്മൾ അമേരിക്കയെ വൈകാതെ മറികടക്കാനാണ് ഇട. ഇതെങ്ങനെയുണ്ടായ നേട്ടമാണ്? കേരളം പിറക്കുന്ന സമയത്ത് എത്രയായിരുന്നു ഇവിടുത്തെ പ്രതീക്ഷിത ആയുസ്, ശരാശരി പ്രതീക്ഷിത ആയുസ്? 950കളിലെ കേരളത്തിലെ പ്രതീക്ഷിത ആയുസ്, ശരാശരി പ്രതീക്ഷിത ആയുസ് 45 വയസ്സായി. 45 വയസ്സ്. 45 വയസ്സായി എന്ന് പറഞ്ഞാൽ ഒരു വൃദ്ധൻ, ഒരു വൃദ്ധ, ഇതായിരുന്നു പൊതുസങ്കല്പം. 45 വയസ്സായ ഒരാൾ ഇപ്പൊ ഇതിലെ നടന്നു വരുമ്പോ ഒരു വയസ്സൻ വരുന്നു എന്നാരെങ്കിലും പറയൂ? ഒരു വൃദ്ധ വരുന്നു എന്നാരെങ്കിലും പറയൂ? ഇപ്പൊ പ്രതീക്ഷിത ആയുസ് 75 എന്ന് പറഞ്ഞാൽ 75 വയസ്സിൽ മരിക്കുന്നല്ല അർത്ഥം. 75, 90, 100 ഒക്കെ ആയിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്നില്ല കേരളത്തിൽ. 75 വയസ്സായ ഒരാൾ മുടിയൊക്കെ കറുപ്പിച്ചിട്ട് വന്നാൽ 75 വയസ്സായി എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു അടയാളം അയാളുടെ മുഖത്തുണ്ടോ? ഇപ്പോ ഇല്ല. 75കാരൻ മുടി തല നരയ്ക്കുന്നത് മാത്രമാണ് ഇപ്പൊ പ്രായത്തിന്റെ ഒരു അടയാളമായിട്ട് മനസ്സിലാവുക. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ പ്രേമനും ഷാൽ സാഹിബ് ഇവരൊന്നും കറുപ്പിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, കായമ്പടം ഇവരൊന്നും കറുപ്പിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ കറുപ്പിച്ച് കഴിഞ്ഞാൽ 75കാരൻ കറുപ്പിച്ച് വന്നാൽ ഒരു 10-45 വയസ്സായ ഒരാൾ വന്നു എന്നല്ലേ തോന്നുക. ഒരു യുവാവ്, ഒരു യുവതി വന്നിരിക്കുന്നു എന്ന തോന്നലാണ് വരുന്നത്. പ്രായത്തിൻ്റെതായ മറ്റൊരു അടയാളവും ഇല്ല. നമ്മുടെ ജീവിത നിലവാരത്തിൽ വന്ന മാറ്റമാണ്, നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായൊരു മാറ്റമാണ്. ഈ 75 തന്നെ ഇപ്പൊ നിൽക്കാൻ കാരണം എന്താണ്? കേരളത്തിൽ ഇപ്പോൾ വാഹനങ്ങൾ ഒരുപാട് പെരുകി, ഇരുചക്ര വാഹന അപകടങ്ങളൊക്കെ ഉണ്ടായി, അകാലത്തിലുള്ള മരണങ്ങൾ, അപകട മരണങ്ങളൊക്കെ വന്നു. അതെല്ലാം ചെറുപ്പക്കാരാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണെന്ന് തോന്നുന്നു 75 നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷിതായുസ് ഇതിനേക്കാളെല്ലാം എത്രയോ ഉയർന്നു വരുമായിരുന്നു. CH കണാരൻ്റെ ചരമദിനത്തിൽ ഈ കഴിഞ്ഞ മാസം തലശ്ശേരിയിൽ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. 972 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ പ്രായമുള്ളൊരു സഖാവിനോട് പറഞ്ഞു, അന്ന് പത്രത്തിൽ വന്ന വാർത്ത, അസുഖം ബാധിച്ചിട്ടാണല്ലോ CH മരിച്ചത്. പത്രത്തിൽ വന്ന വാർത്തയിലെ വാചകം ഇങ്ങനെയായിരുന്നു: വാർദ്ധക്യ സഹജമായ അസുഖം ബാധിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി CH കണാരൻ അന്തരിച്ചു. 61 വയസ്സോ മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം മരിക്കുമ്പോൾ. അപ്പോൾ ഒരു 10-60 വയസ്സായ ഒരാൾ മരിച്ചാൽ അന്ന് പത്രത്തിലെ ഒരു സ്ഥിരം വിശേഷണം വാർദ്ധക്യ സഹജമായ അസുഖം ബാധിച്ചു മരിച്ചു എന്നാണ്. ആ പ്രായത്തിൽ ഇപ്പോൾ ഒരാൾ മരിച്ചാൽ അങ്ങനെ ഏതെങ്കിലും ഒരു പത്രം എഴുതുമോ? 50കളിൽ ശരാശരി പ്രതീക്ഷിതായുസ് 45. 970 ആയപ്പോഴേക്ക് 60 വയസ്സിലൊക്കെ മരിച്ചാൽ അത് വാർദ്ധക്യ സഹജമാണ്. ഇപ്പോ പ്രതീക്ഷിതായുസ് 75. ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളം. രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ആർക്കെങ്കിലും പറയാമോ? പറയാൻ കഴിയില്ല. കാരണം രണ്ടാമത്തെ സംസ്ഥാനം ഇല്ല, ആദ്യത്തെ സംസ്ഥാനമേ ഉള്ളൂ. സമ്പൂർണ്ണ വെളിയുടെ വിസർജന വിമുക്ത സംസ്ഥാനം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാ വീട്ടിലും ടോയ്ലറ്റ് പച്ച മലയാളമല്ല, പക്ഷെ മലയാളമായി. ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. ഇതിലെന്താണ് ഇത്ര നേട്ടം എന്നാണെങ്കിൽ അവിടെയും രണ്ടാമത്തെ സംസ്ഥാനം ഇല്ല, കേരളമേ ഉള്ളൂ. ഇങ്ങനെ വിവിധ രംഗങ്ങളിൽ കൈവരിച്ച വലിയ നേട്ടങ്ങൾ
അത് പ്രതീക്ഷിതായുസിന്റെ കാര്യത്തിൽ, ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ, മാതൃമരണ നിരക്കിന്റെ കാര്യത്തിൽ, ഇങ്ങനെയെല്ലാമുള്ള ജീവിത സൂചികകളുണ്ടായ മാറ്റം, വളർച്ച, അതിന് ഇടയാക്കിയ ആസൂത്രണം, ക്ഷേമ പദ്ധതികൾ. 63 ലക്ഷം മനുഷ്യർക്കാണ് ക്ഷേമ പെൻഷൻ, അതാണിപ്പോൾ വർദ്ധിപ്പിച്ചത്. ഇപ്പം അതിന് പുറമെ ഒരു 33 ലക്ഷം കൂടി വീട്ടമ്മമാർ പെൻഷൻ അർഹരായി ഇപ്പോൾ പ്രഖ്യാപിച്ചു. ചെറുപ്പക്കാർ അതും തൊഴിൽ കിട്ടുന്നത് വരെയുള്ള സ്റ്റൈപ്പൻഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചു. ഇതെല്ലാം കൂടി വരുമ്പോഴേക്ക് കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 1/4 പ്രത്യക്ഷമായി ഇത്തരം ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി മാറുകയാണ്. ലോകത്തിൽ വേറെ എവിടെ ഇങ്ങനെ ഉണ്ടാവില്ല. ഇതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് അതിദാരിദ്ര്യ വിമുക്തി എന്ന മഹത്തായ ഒരു ലക്ഷ്യം നമ്മൾ ആർജിച്ചത്. ഇതിൻ്റെ എല്ലാം ഭാഗമായി രൂപപ്പെട്ടു വന്നൊരവസ്ഥയാണ്. അതിന് പ്രത്യേകമായ പദ്ധതി ഉണ്ട് താനും. ഓരോ മനുഷ്യനെ കണ്ടെത്തി അയാളെ കൈപിടിച്ച് മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കുകയാണ്. പക്ഷെ നോക്കുന്നത് എന്താണ്? എവിടെയെങ്കിലും ഒരാൾ ഉണ്ടാവും. ഒരാളല്ല, 10 ആളല്ല, 100 ആളുണ്ടാവും. അവരെയും മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണം. പക്ഷേ വളരെ ശാസ്ത്രീയമായി നടത്തിയ ഒരു പരിശോധനയുടെ ഭാഗമായി 64,006 കുടുംബങ്ങളെ കണ്ടുപിടിച്ച് അവരെ ജീവിതത്തിലെ മെച്ചപ്പെട്ടൊരു നിലയിലേക്ക് ആനയിച്ചു. ഭക്ഷണം, വസ്ത്രം, ചികിത്സ ഇതൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. ആ നേട്ടത്തെ അംഗീകരിക്കണ്ടേ? ക്ഷേമ പെൻഷൻ ഇപ്പോൾ വർദ്ധിപ്പിച്ചു 400 രൂപ. അതിനു മുമ്പ് ഏതോ ഒരു ഓൺലൈൻ മാധ്യമം 200 രൂപ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കൊടുത്തു. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? 2 ആഴ്ച മുമ്പ് 200 രൂപ വർദ്ധിപ്പിക്കും എന്നാണ് വാർത്ത. സത്യത്തിൽ ആ വാർത്തയിൽ ഒരു കൗതുകമുണ്ട്. എന്താണെന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയും. ഗവൺമെൻറ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏപ്രിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഗവൺമെൻറ്റിന് പ്രഖ്യാപിക്കാൻ പറ്റില്ല. അപ്പോൾ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ഇത് വർദ്ധിപ്പിക്കും എന്ന് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വാർത്തയായിട്ട് കൊടുത്തതാണ്. പക്ഷെ വാർത്തയായി കൊടുക്കുമ്പോൾ കൊടുക്കുന്ന മാധ്യമത്തിൻ്റെ പ്രതീക്ഷ ഏറി വന്നാൽ 200 കൂട്ടും. അതാണ് 200 വർദ്ധിപ്പിക്കും. ഇവന്റെ പ്രതീക്ഷ 200 വരെ പോയിട്ടുള്ളൂ. ഇപ്പൊ വർദ്ധിപ്പിച്ചപ്പോൾ 400 അതാണ്. നമ്മുടെ എതിരാളികൾ സ്വപ്നം കാണുന്നതിനും അപ്പുറം യാഥാർത്ഥ്യമാക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നതാണ് ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത. ഇവർ ഈ വാർത്ത തയ്യാറാക്കിയിട്ട് 200 കൊടുത്തു. ആ സമയത്ത് UDFന്റെ കൺവീനർ അടൂർ പ്രകാശിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നു. അപ്പോഴും ഇപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലായിട്ടില്ല. ആ പ്രസ്താവന കേരളത്തിലെ പ്രതിപക്ഷത്തെ ബാധിച്ചിട്ടുള്ള അസുഖത്തിന്റെ ആഴം ആ പ്രസ്താവനയിൽ മനസ്സിലാക്കാൻ പറ്റും. എന്തായിരുന്നു പ്രസ്താവന? ഏതാണ്ട് ഇങ്ങനെയാണ്: പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ നടപ്പാക്കുന്നത് ശുദ്ധ മര്യാദകേടാണ്. ഇതാണ് പ്രസ്താവന. ഞാൻ ഒന്നുകൂടി വായിച്ചു നോക്കി. ഇനി വായിച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ നടപ്പാക്കുന്നത് ശുദ്ധ മര്യാദകേട്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ മറിച്ചല്ലേ പറയേണ്ടത്? പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാത്തത് ശുദ്ധ മര്യാദകേട് എന്നല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ 200 വർദ്ധിപ്പിക്കുമെന്ന വാർത്ത വരുമ്പോ ഇത് പോരാ, 400 വർദ്ധിപ്പിക്കണം എന്നല്ലേ പ്രതിപക്ഷം ആവശ്യപ്പെടേണ്ടത്? അല്ലെങ്കിൽ 1000 വർദ്ധിപ്പിക്കണം, ഒരിക്കലും നടക്കാത്തത് പറയാ, അങ്ങനെ അല്ലേ ആവശ്യപ്പെടേണ്ടത്? അല്ലെങ്കിൽ ഇത്ര വൈകി, അതിനെയല്ലേ വിമർശിക്കേണ്ടത്? പക്ഷെ അദ്ദേഹം വിമർശിച്ചത് ഇത് നടപ്പാക്കാൻ പാടില്ല എന്നാണ്. ഇത് ശുദ്ധ മര്യാദകേടാണ് എന്നാണ്. അതിൽ കൂടുതൽ ഇതിനെ നമുക്ക് ഈ പ്രതിപക്ഷത്തിൻ്റെ വർത്തമാനകാല സ്ഥിതിയെ മനസ്സിലാക്കാൻ മറ്റുദാഹരണം തേടി പോകണ്ട. പക്ഷെ അതിനും അപ്പുറത്ത് അതേ നിലവാരത്തിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നിൽക്കുന്നു എന്നതാണ് സങ്കടകരം. അതേ നിലവാരത്തിലാണ് നിൽക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ ശരിയായി തിരിച്ചറിയുക എന്നല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പോംവഴിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ജനം മാധ്യമങ്ങളെ തിരുത്തുന്ന ശക്തിയായെങ്കിൽ മാത്രമേ മാധ്യമങ്ങൾക്ക് വാർത്തകളെ സമീപിക്കുന്നത് കുറെ കൂടി നീതിപൂർവമാകണം എന്ന തോന്നലുണ്ടാവും. അത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മനോരമ ന്യൂസ് ചാനൽ ഈ ക്ഷേമ പദ്ധതികളാകെ പ്രഖ്യാപിച്ചപ്പോൾ അസ്വസ്ഥപൂർണമായ മനസ്സോടെ ഒരു ചർച്ച നടത്തി. അപ്പോൾ പ്രേക്ഷകർക്ക് നേരിട്ട് വിളിക്കാം. ഒരു പ്രേക്ഷകൻ വിളിച്ച് ഉചിതമാം വിധം പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം ഞാനിവിടെ പറയുന്നില്ല. ഒരു പ്രേക്ഷകൻ ഉചിതമായി പ്രതികരിച്ചിട്ടുണ്ട്. പണ്ട് പെട്രോൾ സെസ് വർദ്ധിപ്പിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി
മൈക്കുമായി. അപ്പോൾ പാലക്കാട്ടും എറണാകുളത്തൊക്കെ ഉള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ പ്രതികരണം അവരെ അറിയിച്ചിട്ടുണ്ട്. അതോടുകൂടി അത് അവരവസാനിപ്പിക്കുകയുണ്ടായി. ജനങ്ങൾ തിരുത്തുകയല്ലാതെ പോംവഴിയില്ല. ഒടുവിൽ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ആൾ, അദ്ദേഹത്തിൻ്റെ മകൾ മരിച്ചുപോയി, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാവാം, എനിക്കറിഞ്ഞുകൂടാ, അക്രമാസക്തനായി. ഏതായാലും അതിപ്പോൾ നിയമ നടപടികളുടെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുന്നൊരു കേസാണ്. ആശുപത്രിയിൽ പോയി ആദ്യം കണ്ട ഡോക്ടറെ കൊല്ലാൻ ശ്രമിച്ചു. ആദ്യം കണ്ട ഡോക്ടറെ വെട്ടിക്കൊല്ലുകയാണ്. ഏത് പരിഷ്കൃത സമൂഹം എന്തിൻ്റെ പേരിലാണെങ്കിലും, ഈ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ പോലുമല്ല, ചികിത്സാ പിഴവ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണമാണ്. അതിനെ സാധൂകരിക്കുന്ന ഒന്നുമല്ല വസ്തുതകൾ. എന്തോ ആവട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഡോക്ടറെ വെട്ടി. ഡോക്ടർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായി. സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ പൊതുവിൽ കേരളത്തിൽ നല്ല സൽപ്പേരുള്ളവരാണ്, നല്ല പരിചയസമ്പന്നരാണ്. എന്നു മാത്രമല്ല, വൻതോതിലുള്ള അമേരിക്കൻ നിക്ഷേപം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് വരികയാണ്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കേരളത്തിലെ മുതലാളിമാരുടേതല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബഹുരാഷ്ട്ര കുത്തകളുടേതായി മാറുകയാണ്. ഓരോ ഡോക്ടറുടെയും മണിക്കൂറിന് വില പറഞ്ഞിട്ടാണ് അവരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രലോഭനങ്ങൾക്കൊന്നും പോകാതെ സാധാരണക്കാരായ രോഗികളെ ചികിത്സിച്ച് സർക്കാരിൻ്റെ ശമ്പളം മതി എന്ന് തീരുമാനമെടുത്തവരാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരിൽ എല്ലാവരും. അപ്പം അങ്ങനെ ഒരാളാണ് ഇങ്ങനെ ആക്രമിക്കപ്പെട്ട ആശുപത്രിയിൽ കിടക്കുന്നത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, മറ്റ് നിയമ നടപടികൾക്കായി കൊണ്ടുപോവാണ്. ഓടിക്കിതച്ചെത്തിയ മാധ്യമപ്രവർത്തകന്റെ ചോദ്യം, ഈ വെട്ട് നിങ്ങൾ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ്. ഈ വെട്ട് നിങ്ങൾ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു? 2025 മലയാള മാധ്യമ പ്രവർത്തന രംഗത്ത്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ പ്രവർത്തനത്തിൻ്റെ നിലവാരം അളക്കാൻ ഈ ഒരൊറ്റ ചോദ്യം മതിയാവും. ഈ വെട്ട് നിങ്ങൾ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു? അതിൻ്റെ മറുപടി ഈ മൈക്കിലൂടെ പറഞ്ഞാൽ പാർട്ടി മെമ്പർഷിപ്പ് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ നിലയിലേക്ക് എത്തിയ മലയാള മാധ്യമ പ്രവർത്തന രംഗത്തെ തിരുത്തുന്ന ശക്തിയായി ജനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ പങ്ക് ജനാധിപത്യപരമായി നിർവഹിക്കും എന്നാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.